ഒരു സൂപ്പർ സൈക്കോളജിക്കൽ ഹൊറർ ത്രില്ലർ ഫിലിം തന്നെയായിരുന്നു ദ ഇമ്മാക്കുലേറ്റ്. സിഡ്നി സ്യൂനിയാണ് മെയിൻ ആയിട്ടുള്ള ലീഡിങ് ക്യാരക്ടറിനെ ചെയ്തിട്ടുള്ളത്. നമ്മുടെ മണി ഹേസ്റ്റിലെ പ്രൊഫസർ ഇതിലൊരു ക്യാരക്ടർ ചെയ്തിട്ടുണ്ട്. ആൻഡ് മൊത്തം ആ ഒരു ജനറിനോട് നീതി പുലർത്തുന്ന രീതിയിലുള്ള സ്റ്റോറി സെറ്റപ്പാണ് ഇവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ഇറ്റലിയിലുള്ള ഒരു കോൺവെന്റിലേക്ക് പുതുതായിട്ട് വരുന്ന സിസ്റ്റർ സിസിലിയ, സിഡ്നി സ്യൂനിയുടെ ക്യാരക്ടർ ആദ്യം അവിടെ വന്നിട്ട് അതിന്റെ ആ ഒരു അറ്റ്മോസ്ഫിയർ ആയിട്ട് പൊരുത്തപ്പെട്ട് വരുമ്പോഴും എന്തൊക്കെയോ മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങൾ ഇവിടെ നടക്കുന്നുണ്ടെന്നുള്ളൊരു ഫീൽ ആൾക്ക് കിട്ടുകയാണ്. ആൻഡ് പിന്നീട് ഉണ്ടാവുന്ന ചില സംഭവങ്ങളാണ് സിനിമയുടെ മെയിൻ ആയിട്ടുള്ള ഒരു പ്ലോട്ട്. ആൻഡ് ഈ ഒരു പടത്തിന്റെ തുടക്കവും അല്ലെങ്കിൽ പല ഭാഗങ്ങളും കണ്ടു കഴിഞ്ഞാൽ നമുക്ക് തോന്നുന്ന ഒരു കാര്യമുണ്ട്. കോൺചുറിങ്ങിൽ വാലക്കിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി ആയിട്ട് സെറ്റ് ചെയ്യാവുന്ന പല സംഭവങ്ങളും ഇതിലുണ്ടായിരുന്നു. കാരണം പടത്തിന്റെ തുടക്കമായാലും അല്ലെങ്കിൽ ഇടയിലുള്ള ചില ജെം സ്കെയർ സീൻ ഉണ്ടായിരുന്നു. ജെം സ്കെയറിന് വേണ്ടി എടുത്തു വെച്ചിട്ടുള്ള സീനല്ല, പക്ഷെ ചില സീക്വൻസിൽ നമ്മൾ ശരിക്കും ഞെട്ടിപ്പോവും. അതും ഒറ്റയ്ക്ക് ഇരുന്ന് നമ്മൾ ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്തിട്ടിരുന്ന് കാണുമ്പോൾ പല സീക്വൻസും ആ ഒരു മൊത്തത്തിലുള്ള ഒരു എൻവയോൺമെന്റ് അവർക്ക് സെറ്റ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട്. ഈവൻ ആ ഒരു കോൺവെന്റിലുള്ള അവിടുത്തെ ആളുകളുടെ ജീവിതങ്ങൾ, ഓരോരോ സിസ്റ്റേഴ്സിന്റെ ജീവിതങ്ങൾ, എൻ്റെ അവിടെ നടക്കുന്ന ചില മിസ്റ്റീരിയസ് ആയിട്ടുള്ള സംഭവങ്ങളൊക്കെ നമ്മളിങ്ങനെ കാണിച്ച് കൊണ്ടുപോകുമ്പോൾ നമുക്ക് അവിടുത്തെ ഓരോ കോർണറിലും എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ഫീലാണ് വരുന്നത്. ആൻഡ് അവിടെയുള്ള കുറെ അന്തേവാസികൾ, അതുപോലെ വയ്യാത്ത ആൾക്കാർ, അങ്ങനെയൊക്കെ കാണിച്ചുകൊണ്ട് സിനിമയിലത്തെ അവരുടെ നൺ ആസ് എ നൺ അവരുടെ ഒരു ലൈഫ് സംഭവങ്ങൾ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു ലൈഫിലത്തെ ഓരോ കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണ് അവരുടെ ലൈഫ് സ്റ്റൈൽസ് എന്നൊക്കെ കാണിച്ചുകൊണ്ടാണ് പോകുന്നത്. ആൻഡ് സിഡ്നി സ്യൂനിയുടെ പല ക്യാരക്ടറൊക്കെ കിടിലനായിട്ട് ചെയ്തിട്ടുണ്ട്. സിസ്റ്റർ സിസിലിയയുടെ ഒരു ക്യാരക്ടർ, ഇവൻ ആ വോവ്സ് എടുക്കുന്ന സീനിലൊക്കെ, ചർച്ചിൽ വെച്ചിട്ട് വോവ്സ് എടുക്കുന്ന സീനിലൊക്കെ ശരിക്കും ഒരു ക്ലോസ് ഷോട്ടുകൾ ഉണ്ടായിരുന്നു പല സീക്വൻസിലും. അതൊക്കെ നല്ല സൂപ്പറായിട്ട് സിനിമയുടെ ആ ഒരു സ്റ്റോറി ടെല്ലിങ്ങിനോട് അത്രത്തോളം ചേർന്ന് നിൽക്കുന്ന രീതിയിലുള്ള ഷോട്ട്സ് ആണ് സിനിമയുടെ പലയിടത്തും ഉള്ളത്. മൈക്കൽ മോഹനാണ് സിനിമയുടെ ഡയറക്ടർ. ഈ സിനിമ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു റിവ്യൂസ് അവിടെ കിട്ടിയിരുന്നു. ആൻഡ് ഓവറോൾ കണ്ടു കഴിയുമ്പോൾ ഒരു 1.5 മണിക്കൂറിൽ ആ പറയേണ്ട സ്റ്റോറി നല്ല വൃത്തിക്ക് അവർ എടുത്തു വെച്ചിട്ടുണ്ട്. ആൻഡ് എന്തായാലും ഇതൊക്കെ ഒരു തിയേറ്ററിൽ നിന്ന് കാണുകയാണെങ്കിൽ അത്യാവശ്യം തിയേറ്റർ മെറ്റീരിയൽ ആയിട്ട് പറയാവുന്ന ഒരു മൂവി തന്നെയായിരുന്നു കേട്ടോ. കാരണം നമ്മളത് കാണുമ്പോൾ അത്യാവശ്യം നല്ലൊരു സൗണ്ട് സിസ്റ്റത്തിലൊക്കെ ഇരുന്ന് നമ്മൾ കാണുമ്പോൾ നമുക്ക് പല ഒരു ആ ഫീല് പലയിടത്തും കിട്ടുന്നുണ്ട്. കാരണം ശരിക്കും ഞെട്ടിപ്പോകുന്ന ചില സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഒരു മൊമെന്റിൽ എനിക്ക് തോന്നി ഇത് ശരിക്കും നണ്ണിന്റെ ഒരു ഒറിജിൻ സ്റ്റോറി പോലെ ഒന്നുകൂടിയും കുറെ ഡെവലപ്പ് ചെയ്യാനുള്ള പോസിബിലിറ്റീസ് ഇതിൽ ഉണ്ടായിരുന്നല്ലോ എന്നുള്ളത്. ആൻഡ് വിശ്വാസത്തിന്റെ കുറെ എക്സ്ട്രീം വെർഷൻ എന്തൊക്കെ നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ ഓഫർ ചെയ്യും എന്നുള്ള ഒരു മെസ്സേജ് കൂടി സിനിമ നൽകുന്നുണ്ട്. എന്തായാലും നിങ്ങൾ കണ്ടു നോക്കുക. പടം ടോറന്റിലൊക്കെ വന്നിട്ടുണ്ട്. ഒരു പ്രോപ്പർ OTT പ്ലാറ്റ്ഫോം ഇല്ല, ഒന്നിലും അങ്ങനെ വന്നിട്ടില്ല. പടം കണ്ടു നോക്കാം. നിങ്ങൾക്ക് ഈ ഒരു ജനറൊക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാരാണെങ്കിൽ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. ഈവൻ ഒരു നൈറ്റ് ടൈം ഒക്കെ ഇരുന്ന് കാണുകയാണെങ്കിൽ നല്ല രീതിയിലുള്ള ഹെമ്മേ എന്ന് പറഞ്ഞിട്ടുള്ള ചില അവസ്ഥകളൊക്കെ ഓഫർ ചെയ്യുന്ന ചില സീക്വൻസുകൾ ഉണ്ടായിരുന്നു. പടം കണ്ടവർ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ നോട്ട് ചെയ്യുക. കാണാത്തവർ മസ്റ്റ് ആയിട്ടും കാണാം. അപ്പോൾ